എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം ഇന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ. വളരെ വലിയൊരു ആശയം ഇന്ന് പലയേറെ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആശയത്തിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ പരിചയപ്പെടുത്തലില് നമുക്ക് ആദ്യമായിട്ട് ഈ ബിസിനസ് ആശയം നമുക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു ഓർഗനൈസേഷന്റെ പേരാണ് യുണൈറ്റഡ് PCC എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. എന്താണ് ഞാൻ സാധാരണ രീതിയിൽ നേരത്തെ ഇത് ബിസിനസ് ആശയത്തിലോട് കടക്കുന്നതിന് മുമ്പ് സാധാരണ ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത്. ഒന്ന്, ഹെൽത്ത്, ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, എല്ലാ വ്യക്തികൾക്കും. രണ്ടാമത് വെൽത്ത് ആണ്. നമ്മുടെ ആരോഗ്യം മാത്രം ഉണ്ടായിരുന്നാൽ പോരാ, അതിനെ എൻജോയ് ചെയ്യാൻ കുറച്ച് വെൽത്തും കൂടെ, സമ്പാദ്യവും കൂടെ വേണം അല്ലെ. ഇത് രണ്ടും ഉണ്ടായിരുന്നാൽ പോരാ, തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് ഫ്രീഡമാണ്. ഇത് രണ്ടിനെയും എൻജോയ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് തീർച്ചയായും വേണം. അപ്പൊ അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കടക്കുമ്പോഴാണ് അവൻ ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. വരും ഇതിലേക്കായി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വാഡ്രന്റ് പരിചയപ്പെടുത്തുകയാണ്. എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയ്ഡ്, ബിസിനസ് പേഴ്സൺ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ക്വാഡ്രന്റ്. ഇത് റോബർട്ട് കിയോസാക്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, പുള്ളി തന്റെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ പ്ലസ് പോയിന്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയ്ഡ് ആൻഡ് സെൽഫ് എംപ്ലോയ്ഡ് കാറ്റഗറിയിൽ വരുന്ന വ്യക്തികൾ, അതായത് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അത് സർക്കാർ ജോലിയാവാം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാവാം, ഏതുമാവട്ടെ, ആ എംപ്ലോയീസ് എന്ന കാറ്റഗറിയിൽ വരുന്നു. സെൽഫ് എംപ്ലോയ്ഡ് എന്ന കാറ്റഗറിയിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തികൾ. ഈ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ആവാം, അല്ലെങ്കിൽ നോർമൽ ഡ്രൈവേഴ്സ് ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ കൂലി തൊഴിലാളികളാവാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വക്കീലാവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാം. ഇവരെല്ലാവരും സെൽഫ് എംപ്ലോയ്ഡ് ആണ്, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. ഇവരാണ് 95% വ്യക്തികളും ഈ ലോകത്തിലുള്ളത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ബിസിനസ് പേഴ്സൺ ആൻഡ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 5% വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഇവർ കോടിക്കണക്കിന് മുതലീട് ചെയ്ത് വലിയ ഒരു ബിസിനസ് സമുച്ചയം കെട്ടിപ്പൊക്കിയിട്ടുള്ള വ്യക്തികളാണ്. നൂറുകണക്കിന് വ്യക്തികളെ ജോലിക്കെടുത്ത് അവർക്ക് ശമ്പളം കൊടുത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളെയാണ് ബിസിനസ് പേഴ്സൺ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് കാശിട്ട് കാശ് വാരുന്നവർ. അതായത് നമ്മുടെ റിയൽ എസ്റ്റേറ്റിലുള്ള വ്യക്തികളാവാം, അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളാണ്, ഫിലിം പ്രൊഡ്യൂസേഴ്സ് ആവാം. ഇവരെല്ലാവരും തന്നെ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. ഈ വ്യക്തികൾ 5% മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ലോക സമ്പത്തിനെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 95% വ്യക്തികളുടെ കയ്യിലും 5% കാശ് മാത്രമേ ഉള്ളൂ, സമ്പത്ത് മാത്രമേ ഉള്ളൂ എന്നും, അതേപോലെ ഈ 5% വരുന്ന വ്യക്തികളുടെ കയ്യിൽ 95% ക്യാഷ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയ്ഡ് ആരൊക്കെയാണ്? അവരുടെ മികവ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ അവർ ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. അവർ പോയാൽ മാത്രമേ അവർക്ക് കാശ് കിട്ടുന്നുള്ളൂ. അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്, അവർക്ക് ഒരു സ്ഥിര വരുമാനമുണ്ട് അല്ലാതെ വലിയ രീതിയിൽ വരുമാനത്തിനെ കൂട്ടാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. അതേപോലെ തന്നെ ഒരു ആക്റ്റീവ് ഇൻകം, അവർ പോയാൽ മാത്രമേ അവർക്ക് കാശ് കിട്ടത്തുള്ളൂ, അവർ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ അവർക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. വെദർ ആസ് ബിസിനസ് പേഴ്സൺ ആൻഡ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ടീം എഫേർട്ടാണ്, ടീമാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അവിടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു അൺലിമിറ്റഡ് ഇൻകം അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് വന്നു, എന്തെങ്കിലും ഒരു ഉത്സവങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വിൽപ്പന കൂടും, അവിടെ വരുമാനങ്ങൾ കൂടാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അതേപോലെ തന്നെ പാസീവ് ഇൻകം, ഒരു വലിയൊരു അവർ പോയാലും പോയില്ലെങ്കിലും അവർക്ക് ഒരു വലിയൊരു ഇൻകം റെഗുലർ ആയിട്ട് സ്കെയിലിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാസീവ് ഇൻകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയ്ഡ് കാറ്റഗറിയിൽ നിന്ന് എങ്ങനെ ബിസിനസ് മാനും ഇൻവെസ്റ്റേഴ്സുമായിട്ട് മാറാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. അങ്ങനെ നമുക്ക് ആ മാറണം എന്നുള്ള ആഗ്രഹമുള്ള ഓരോ വ്യക്തികൾക്കും കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു ആശയത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ, വലിയ മുതൽ മുടക്കാതെ വലിയ സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ആ വലിയൊരു ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഈ സൂപ്പർബ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയം. വരും ഈ ബിസിനസ് ആശയം എന്താണെന്ന് നമുക്ക് അറിയുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ കച്ചവട രീതി, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഏതൊരു ഉൽപ്പന്നമായാലും അതിന്റെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതോ ഒരു ഫാക്ടറിയിലായിരിക്കും അല്ലെ. അത് അവിടെ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ അവിടെ 40% മാത്രമാണ് അതിന്റെ ഉൽപാദന ചിലവ് വരുന്നത്. ബാക്കി 60% ആരാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടനിലക്കാരെന്ന് നമുക്ക് കാണാൻ കഴിയും. പല കൈകൾ മറിഞ്ഞാണ് ഉപഭോക്താവിന്റെ കയ്യിൽ ഈ ഓരോ ഉൽപ്പന്നങ്ങളും എത്തുന്നത്. അതിനിടയിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പരസ്യങ്ങളും കയറി വരുന്നത്.
അപ്പം കോടിക്കണക്കിന് രൂപ മുതലീട് ചെയ്ത് പരസ്യങ്ങളും അതേപോലെ പല കൈകളും മറിഞ്ഞ് വരുമ്പോൾ തന്നെ ഉപഭോക്താവിന്റെ കൈകളിൽ എത്തുമ്പോഴേക്കും അത് 100% അല്ലെങ്കിൽ MRP ആയിട്ട് മാറുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നത്. ഇതിനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഡയറക്ട് സെല്ലിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡയറക്ട് സെല്ലിംഗിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഉൽപ്പന്നങ്ങൾ ഫാക്ടറിയിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഏറ്റെടുത്ത് അത് ഈ ഓരോ ഉപഭോക്താവും ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുകയും അവർ വഴി തന്നെ കസ്റ്റമറിലോട്ട് ചെന്നെത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടനിലക്കാർ മറ്റേതോ ഒരു ഇടനിലക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതിന് പകരം ഇവിടെ ഓരോ ഉപഭോക്താവും ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുകയും അതുവഴി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ പരസ്യങ്ങൾ കോടിക്കണക്കിന് മുതലീട് ചെയ്തല്ല പരസ്യങ്ങൾ ചെയ്യുന്നത്. വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് പോലെ നമ്മൾ കൊള്ളാമെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പറയുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനെ തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വരുമാനമായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഇവിടെ ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നത്. ഇന്ന് ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് 150 രാജ്യങ്ങൾക്ക് മുകളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ന് 103 മില്യൺ പീപ്പിൾസ് ഇന്ന് ഈ ലോകത്തെങ്ങാനും ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അതായത് 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ തുടങ്ങി 1030 ലക്ഷം ആളുകളാണ് ഇന്ന് ഈ വേൾഡിൽ ഈ ബിസിനസ് എടുത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പല ബിസിനസ് യൂണിവേഴ്സിറ്റിയിലും ഇതൊരു പാഠ്യത്തിട്ടമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സിംബിയോസിസ് യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റി, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒട്ടനവധി യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ തന്നെ ഇതിനൊരു പാഠ്യത്തിട്ടമായിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് MBA പോലുള്ള പ്രോഗ്രാംസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പശ്ചാത്തലത്തിൽ ചെയ്യാൻ കഴിയും. അടുത്തടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ 645 ബില്യൺ ടേൺ ഓവർ ആണ് 2030 ആകുമ്പോഴേക്കും ഡയറക്ട് സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ഒരു കണക്കുകൾ പറയുന്നത്. അതിന്റെ അർത്ഥം 64,500 കോടി രൂപയുടെ ടേൺ ഓവർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ, ഇത്രയും വലിയൊരു ടേൺ ഓവർ കൊടുക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, മികവുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോ സെറ്റപ്പ് കോസ്റ്റ്, ഇവിടെ മുതൽ മുടക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലെ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇതിൽ വലിയ രീതിയിലുള്ള നഷ്ടം വരാൻ സാധ്യതയേ ഇല്ല. അടുത്തത് നോ ബോസ് ബിസിനസ്, ഇവിടെ ആരും തന്നെ നിങ്ങളെ ബിസിനസിന്റെ പേരും പറഞ്ഞ് ഭരിക്കാനോ എടുക്കാനോ വരുന്നില്ല. ഈ ബിസിനസ് നിങ്ങൾക്ക് ഇഷ്ടതുപോലെ ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോസസ്സാണ് നോ ബോസ് ബിസിനസ് എന്ന് പറയുന്നത്. അടുത്തത് നോ ടൈം ലിമിറ്റ്, നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്തെടുക്കാം എന്നതാണ്. ഇത്ര 9 to 5 ജോബ് അല്ലെങ്കിൽ ഇന്ന ഷിഫ്റ്റ് അനുസരിച്ച് പോകണം, അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ല. ബിസിനസ് ആശയം എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുള്ളൂ അത്രത്തോളം നിങ്ങൾക്ക് ബിസിനസ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ഉണ്ട്. അതേപോലെ തന്നെ നോ ടാർഗറ്റ്, നിങ്ങൾക്ക് ടാർഗറ്റ് എന്ന സംഭവമല്ല, ഇത്രയും ചെയ്തേ പറ്റൂ എന്നുള്ള ടാർഗറ്റ് ഇല്ല. ഇൻസെന്റീവ് കട്ടാവും, ബോണസ് കട്ടാവും, ഇങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ടാർഗറ്റ്സ് എന്ന് പറയുന്ന സംഭവമില്ല. അതുപോലെ തന്നെ ഏരിയ ലിമിറ്റ് ഇല്ല, ഇന്ന സ്ഥലത്ത് മാത്രമേ ബിസിനസ് ചെയ്യാവൂ എന്നൊരു പ്രോസസ് ഇല്ല. എവിടെ വേണമെങ്കിലും ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ തുറന്നു തരികയാണ്. അതേപോലെ തന്നെ നോ ക്വാളിഫിക്കേഷൻ റിക്വയർഡ്, ബേസിക് ആയിട്ട് ഇത്രയും പഠിച്ചിരിക്കണം എന്നുള്ളൊരു മാനദണ്ഡം ഇതിനകത്തില്ല. നമ്മൾ ഇന്ന് ഏതൊരു ജോബിൽ പോയാലും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണോ എന്നൊരു തോട്ട് ഉണ്ട്, ഇവിടെ അങ്ങനത്തെ സംഭവമില്ല. അതേപോലെ തന്നെ നോ എക്സ്പീരിയൻസ് റിക്വയർഡ്, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവമില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഗൈഡ് ചെയ്യാൻ വിദഗ്ധരുണ്ട്, അവരുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബിസിനസ് ചെയ്ത് പോവാം, മുമ്പോട്ട് പോവാം. അത് പഠിക്കാൻ തയ്യാറായാൽ 100% ജയിച്ചു പോവാം എന്നതാണ് വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. അടുത്തത് നോ റിട്ടയർമെന്റ്, ഇവിടെ ഇതിൽ റിട്ടയർമെന്റിന് ശേഷവും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ പ്രോസസ് ഇല്ല. 18 കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഏത് സമയം വരയ്ക്കും അവർക്ക് ചെയ്യാനുള്ള സാധ്യത ഡയറക്ട് സെല്ലിംഗിന്റെ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ്. ഇന്ന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സന്തോഷകരമായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഗൈഡ് ലൈൻസ് നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ന് കേന്ദ്ര സംസ്ഥാനത്തെ ആയാലും സംസ്ഥാന സർക്കാരിന്റെ ആയാലും ഉറച്ച പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് ആശയമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് നമുക്ക് നിഷ്പക്ഷം പറയാൻ പറ്റും. ഇവിടെ നല്ലൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഡയറക്ട് സെല്ലിംഗ് മികവുള്ളതാണ്, ഡയറക്ട് സെല്ലിംഗ് ബെസ്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഏറ്റവും മികവുള്ള കമ്പനി എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉള്ള ഒരു കമ്പനി ആയിരിക്കണം. രണ്ടാമത് പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ് ഉണ്ടായിരിക്കണം. സക്സസ്ഫുൾ പേഴ്സൺസ് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കണം. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്, ഈ ബിസിനസിനെ എളുപ്പം ചെയ്യാനുള്ള എല്ലാവിധമായിട്ടുള്ള ഹെൽപ്പും കമ്പനിയുടെ സൈഡിൽ നിന്നും ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് ഈ ബിസിനസ് ചെയ്തെടുക്കാനുള്ള സാധ്യതകൾ അനന്തമായിരിക്കണം. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ്
ആൻഡ് ലീഡേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ, ഈ ബിസിനസ് ചെയ്താൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് ഉണ്ടാവണം. ഇതിനെ ഒന്നൊന്നായിട്ട് ക്രാക്ക് ഡൗൺ ചെയ്ത് എങ്ങനെയാണ് ഈ ബിസിനസ് ആശയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, ഇത് നല്ലൊരു കമ്പനിയെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ്, ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികവുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടാവണം എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ താരമൂല്യമുള്ള വ്യക്തികളല്ല വന്ന് ഈ പ്രോഡക്ട്സ് വിൽപ്പന നടത്തുന്നത്. നിങ്ങളും ഞാനും അടങ്ങുന്ന സാധാരണ വ്യക്തികളാണ്. തീർച്ചയായും പ്രോഡക്ട്സുകൾ മികവില്ലെങ്കിൽ നാളെയും കാണേണ്ട മുഖങ്ങൾ കറുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മികവുള്ള ഉൽപ്പന്നങ്ങൾ തീർച്ചയായും നമുക്ക് ആവശ്യമാണ്. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ, കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉള്ളിൽ കഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ FSSAന്റെ സർട്ടിഫിക്കറ്റ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, അതായത് കൈ തൊടാതെയാണ് ഈ ഉൽപ്പന്നങ്ങൾ പലതും നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ GMO സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ നോൺ GMO ഗണനക രീതിയായിട്ടുള്ള മാറ്റങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നോൺ GMO സർട്ടിഫിക്കേഷൻ ഉണ്ട്. എടുത്തു പറയാനുള്ളത് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ്. എന്താണ് ആയുഷ് എന്ന് വെച്ചാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ ഇതിന്റെ മുൻനിരയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അതിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ മറ്റ് സർട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അക്നോളജ്മെന്റ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ സർട്ടിഫിക്കേഷൻ, FSSന്റെ സർട്ടിഫിക്കേഷൻ, ലൈസൻസ്, മാനുഫാക്ചറിംഗ് ലൈസൻസ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ലൈസൻസ്, ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് ഒട്ടനവധി സർട്ടിഫിക്കേഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഗവൺമെന്റ് അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കാറ്റഗറൈസേഷൻ ഓഫ് പ്രോഡക്ട്സ്, എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വെൽനസ് പ്രോഡക്ട്സ് ഉണ്ട്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഉണ്ട്, ഓറൽ കെയർ പ്രോഡക്ട്സ് ഉണ്ട്, ഹോം കെയർ പ്രോഡക്ട്സ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, ബേബി കെയർ പ്രോഡക്ട്സ് ഉണ്ട്, വെറ്റനറി കെയർ പ്രോഡക്ട്സ് ഉണ്ട്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഉണ്ട്, ഫുഡ് സപ്ലിമെന്റ്സ് ഉണ്ട്, അതേപോലെ ഹെയർ കെയർ പ്രോഡക്ട്സ് ഉണ്ട്. ഞാൻ കുറച്ച് പ്രോഡക്ട്സ് മാത്രം പരിചയപ്പെടുത്താം. ഏതാണ്ട് 350 മുകളിൽ ഉൽപ്പന്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പ്രോഡക്ട്സ്. ഇവിടെ കാണുന്നത് പോലെ അലർജിക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അലർജി ഡോക്ക്, ഡയബറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡയബാഡോക്ക്, പ്രമേഹം വരാനുള്ള സാധ്യതയുള്ള വ്യക്തികൾക്കും ഡയബാഡോക്ക് യൂസ് ചെയ്യാം. കാർഡിയോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാർഡിയോ ഡോക്ക്. കിഡ്സ്, കുട്ടികളുടെ വളർച്ചയെ സ്പീഡപ്പ് ചെയ്യാൻ, കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഉൽപ്പന്നമാണ് കിഡ്സ് ഡോക്ക്. വേരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് വെയിൻ ഡോക്ക്. പൈൽസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പൈലോഡോക്ക് യൂസ് ചെയ്യാം. ഓർത്തോ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് ഓർത്തോഡോക്ക്. ത്രിഫല, നെല്ലിക്ക, താന്നിക്ക, കടുക്കയുടെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കൂട്ടാണ് ത്രിഫല എന്ന് പറയുന്നത്. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ അത്യുത്തമം. അലോവേര, നമ്മുടെ ബോഡിയുടെ ഹൈഡ്രേറ്റിംഗ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒക്കെ കൂൾ ഡൗൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് അലോവേര സിറപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റോൺ ഡോക്ക്, നമ്മുടെ കിഡ്നി സ്റ്റോൺസിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ്, നിറയെ വ്യക്തികൾക്കുള്ള ഒരു പ്രശ്നത്തിന് നല്ലൊരു തീർവാണ് സ്റ്റോൺ ഡോക്ക് എന്ന് പറയുന്നത്. ഒപ്പിയോഡോക്ക്, വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ഒപ്പിയോഡോക്ക്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ക്ലോറോഡോക്ക് എന്ന് പറയുന്ന ആൽഗെ അടങ്ങിയിട്ടുള്ള നല്ല ഉൽപ്പന്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ബ്രെയിനിന്റെ മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യാൻ, മെമ്മറി പവർ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ബ്രഹ്മിയൊക്കെ കണ്ടന്റ് ആയിട്ടുള്ള ബ്രെയിൻ ഡോക്ക് ഉണ്ട്. അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡിക്ഷനിൽ നിന്നും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് അഡിഡോക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെൽറൂട്ട് എന്ന കാറ്റഗറിയിൽ നിറയെ ഉൽപ്പന്നങ്ങളുണ്ട്. നിങ്ങൾ റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിവിറ്റാമിൻസ് ടാബ്ലറ്റ്സ് മുതൽ വിറ്റാമിൻ K2, വിറ്റാമിൻ B12, അതുപോലെ സ്പൈറുലിന ക്യാപ്സ്യൂൾസ്, നീം ക്യാപ്സ്യൂൾസ്, അയണിന്റെ ക്യാപ്സ്യൂൾസ് ഉണ്ട്, കാൽസ്യം ടാബ്ലറ്റ്സ് ഉണ്ട്, അങ്ങനെ സിങ്ക് ടാബ്ലറ്റ്സ് ഉണ്ട്, നീർമരുന്ന് അർജുനയുടെ എക്സ്ട്രാക്ട്സ് ഉണ്ട്, ബ്രഹ്മിയുടെ എക്സ്ട്രാക്ട്സ് ഉണ്ട്, നമ്മുടെ മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന നിറയെ പ്രോഡക്ട്സുകളുണ്ട്. അതേപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ്, ഗിലോയ് ജ്യൂസ്, ബെറിഡോക്ക് ജ്യൂസ്, സീബക് ഡോക്ക് ജ്യൂസ്, നോനി ഡോക്ക്, അങ്ങനെ ഒട്ടനവധി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പ്രോഡക്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മളിവിടെ കാണാൻ പോകുന്നത് സ്നിസ് ഹെർബൽ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. നമ്മുടെ ഹെയർ ഓയിൽ, അതേപോലെ തന്നെ നമ്മുടെ ഷാംപൂസ്, അതേപോലെ തന്നെ പീൽ ഓഫ്, അലോവേരയുടെ ജെല്ലുണ്ട്. നമ്മുടെ ഈ ഫേസ് വാഷസ് തന്നെ 4-5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേസ് വാഷസ് ഉണ്ട്. ആൽമണ്ട്സിന്റെ ഓയിൽ ഉണ്ട്, കോക്കനട്ട് ഓയിൽ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ നവരത്ന ഓയിൽ എന്ന് പറയുന്ന പോലെ കൂൾ ഓയിൽ ഉണ്ട്. അതേപോലെ ഇങ്ങനെ ഇഷ്ടം പോലെ പ്രോഡക്ട്സ് നമുക്ക് സ്നിസ് ഹെർബൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. അതുപോലെ സ്നിസ് കോസ്മെറ്റിക്സിന്റെ ഇതില് നമ്മുടെ കണ്ണെഴുതാനുള്ളത്, സിന്ദൂരം, ലിപ്സ്റ്റിക്, ലിപ് ലൈനേഴ്സ്, അങ്ങനത്തെ ഒട്ടനവധി പ്രോഡക്ട്സ്, അതേപോലെ തന്നെ ഫൗണ്ടേഷൻസ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്നിസ് കോസ്മെറ്റിക്സിൽ വരുന്നുണ്ട്. അതുപോലെ സ്നിസ് എലൈറ്റ് എന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒട്ടനവധി പ്രോഡക്റ്റ്. ഇവിടെ മെയിൻ ആയിട്ട് എടുത്ത് പറയാന്നുള്ളത് നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. വിറ്റാമിൻ
സിയുടെ ഫേസ് വാഷസ് ഉണ്ട്, ചാർക്കോൾ ഫേസ് വാഷ് ഉണ്ട്, അതേപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള SPF 50 അടങ്ങിയിട്ടുള്ള ജെൽ ഉണ്ട്, അതിന് സ്റ്റിക്ക് ഉണ്ട്, ഫേസ് ടോണേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒട്ടനവധി ഉൽപ്പന്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫേസ് മാസ്ക്സ് ഉണ്ട്, നമ്മുടെ ബോഡി ലോഷൻസ് ഉണ്ട്, സിറംസ്, ഹെയറിനെ ഗ്രോത്ത് ചെയ്യാനുള്ള ഹെയർ ഗ്രോത്ത് സിറംസ് ഉണ്ട്. അതേപോലെ തന്നെ ഡെയിലി യൂസബിൾ ആയിട്ടുള്ള ഫേഷ്യൽ സിറംസ് തന്നെ ഒരു 3-4 ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. മാസ്ക് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രോഡക്ട്സ്, വളരെ 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 മികവുള്ള ഉൽപ്പന്നങ്ങൾ, വളരെ 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 റിസൾട്ട് ഉള്ള ഉൽപ്പന്നങ്ങൾ സ്നിസ് എലൈറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷറി എക്സ്പീരിയൻസ്, നമ്മുടെ ഫ്രാഗ്രൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള പെർഫ്യൂംസ്, ഒറല്ല ആൻഡ് നിബല്ല പോലുള്ള സ്നിസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് ബേബി സോപ്പ്, ബേബി ലോഷൻസ്, ബേബി ഷാംപൂ, ഇങ്ങനത്തെ പ്രോഡക്ട്സ്, അതേപോലെ തന്നെ കിഡ്സ് പ്രോട്ടീൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലിറ്റിൽ പൈ എന്ന കാറ്റഗറിയിൽ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ജിവേദ സ്പൈസസിന്റെ കാറ്റഗറിയിൽ നമുക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാല, സാമ്പാർ മസാല, ചോല മസാല, ചിക്കൻ മസാല, നമ്മുടെ ഫിഷ് മസാല, അങ്ങനെ ഒട്ടനവധി ഇത് കടുക്, ജീരകം, വെന്തയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിഫൈൻഡ് ഓയിൽ, കുക്കിംഗ് ഓയിൽസ്, ഓക്കെ, അത് തവിടെണ്ണ വളരെ വളരെ മികവുള്ള 2 ലിറ്റർ പാക്കിലും 5 ലിറ്റേഴ്സ് പാക്കിലും നമുക്ക് ഈ ഒരു പ്രോഡക്ട്സുകൾ ജിവേദ സ്പൈസസ് എന്ന കാറ്റഗറിയിൽ വാങ്ങാം. അതുപോലെ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർബായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, മണ്ണിന്റെ തന്മ കൂട്ടാനും ചെടിയുടെ വളർച്ച ദുരിതപ്പെടുത്താനും, അതുപോലെ തന്നെ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാക്കാനും, കൂടുതൽ കായ്ഫലങ്ങൾ ഉണ്ടാക്കാനും, കൂടുതൽ പൂക്കൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ അനിമൽ ഹെൽത്ത് ഉൽപ്പന്നങ്ങൾ എന്ന രീതിയിൽ നമ്മുടെ കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഹോം കെയർ ബ്രാഞ്ചില് സൂപ്പർബായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് തുണി നനയ്ക്കാനുള്ള ഡിറ്റർജന്റ് പൗഡർ, അതിന്റെ സോപ്പുകൾ, നമ്മുടെ ലിക്വിഡ് വാഷ്, അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, പാത്രം കഴുകാനുള്ളത്, തുണി നനയ്ക്കാനുള്ളത്, നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പുകൾ, ഡെയിലി യൂസബിൾ ആയിട്ടുള്ള സോപ്പുകൾ, തന്നെ നിറയെ കാറ്റഗറി ഓഫ് സോപ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു രണ്ടാമത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി സെലക്ട് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്. ഇതിൽ നിന്ന് ചെയ്താൽ വിജയിക്കാൻ പറ്റും എന്ന് ഒരു വളരെ വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രവണത. അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി ക്യാപ്പിംഗ് എമൗണ്ട്, കമ്പനി പറഞ്ഞിട്ടുള്ള മാക്സിമം എമൗണ്ട് വാങ്ങിച്ചിട്ടുള്ള വ്യക്തികൾ ഒട്ടനവധിയാണ്. അതേപോലെ തന്നെ ഫോറിൻ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ കാർ അച്ചീവേഴ്സ്, കമ്പനിയുടെ കാർ അച്ചീവേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അതേപോലെ തന്നെ കമ്പനിയുടെ ആദ്യത്തെ റാങ്ക്, ബ്രോൺസ് എന്ന റാങ്ക് മുതൽ ക്രൗൺ അംബാസഡർ വരെ ഉള്ള റാങ്ക് അച്ചീവേഴ്സ് ഈ കമ്പനിക്കകത്ത് ഉണ്ട്. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കവർ ഹോൾഡേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ലാക്സ് ഓഫ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വ്യക്തികൾ, ലക്ഷക്കണക്കിന് വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ ബിസിനസ് എളുപ്പം ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്നതാണ് മൂന്നാമത്തെ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് കാറ്റഗറിയിൽ നോക്കാൻ പോകുന്നത്. അതിൽ നമ്മളെ ഈസി ആയിട്ട് ഈ ബിസിനസ് ആശയം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇതിന്റെ വെയർ ഹൗസസ്, ഇന്ത്യ ഒട്ടനവധി സ്ഥലങ്ങളിൽ, ഇന്ത്യക്കകത്ത് ഒട്ടനവധി സ്ഥലങ്ങളിൽ വെയർ ഹൗസസ് ഉണ്ട്. ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ വെയർ ഹൗസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്ട്സിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ C&F ഏജൻസി ഇന്ന് ഇന്ത്യക്കകത്ത് ഒട്ടനവധി ഉണ്ട്. 700-നും പുറത്ത് C&F ഏജൻസി ഉണ്ട്. ഓക്കെ, ട്രിവാൻഡ്രത്തും നാഗർകോവിലും ചെന്നൈയിലും ഒക്കെ നമുക്ക് ഇവിടെ C&F ഏജൻസി തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ രീതിയിൽ ഇന്ന് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സപ്പോസ് C&F ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു പറയാം, ഓൺലൈൻ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്, ഫ്രീ ആയിട്ട് കോസ്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഈ ബിസിനസിനെ പഠിപ്പിച്ചു തരാൻ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഫൈറ്റർ സക്സസ് സിസ്റ്റം എന്ന് പറഞ്ഞ അടിപൊളിയായിട്ടുള്ള ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റമും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഈ പ്രോഡക്ട്സുകൾ മികവുള്ള ഒരു സ്ഥലത്ത് ഉണ്ടാക്കണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് 900 കോടി രൂപ മുടക്കി കമ്പനിയുടെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ജയ്പൂരിലുണ്ട്. ആ ഓൺ മാനുഫാക്ചറിംഗ് പ്രോഡക്റ്റിലാണ് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് വളരെ വലിയ അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്. ശക്തമായ രീതിയിൽ വിജയിക്കണമെന്ന ആത്മാർത്ഥതയോട് നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും നല്ലൊരു മാനേജ്മെന്റും നല്ലൊരു ലീഡേഴ്സും ഉണ്ടെങ്കിൽ തീർച്ചയായും വളരെ വലിയ ലെവലിൽ എത്താൻ സാധിക്കും. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ MD ഡോക്ടർ സഞ്ജീവ് കുമാർ സാറിന്റെ ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ട് കണ്ടു മാത്രമാണ് ഇന്ന് കമ്പനി ഇത്രയും വലിയ മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ട് മാറിയിട്ടുള്ളത്. ബിഗ് സല്യൂട്ട് ടു ഹിം. അടുത്ത നമ്മുടെ എക്സ്പേർട്ട് ലീഡേഴ്സ് എന്ന് പറയുന്നത് മിസ്റ്റർ മഹിപാൽ സിംഗ്,
മിസ്റ്റർ കുൽദീപ് മുട്കിൽ, അതേപോലെ തന്നെ മിസ്റ്റർ യോഗേഷ് യാദവ് ആൻഡ് നമ്മുടെ സ്വന്തം അഭിമാനം നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ താരം മിസ്റ്റർ AM രാജൻ സർ. ഓക്കെ, സോ അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള നേതൃപാടവത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിജയം 100% സുനിശ്ചിതമാണ്, ഏതൊരു സംശയവും വേണ്ട. അഞ്ചാമത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നല്ല ഒരു അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്നതിനുള്ള വരുമാനങ്ങൾ നമുക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടോ എന്നതാണ് അഞ്ചാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അതിൽ നിന്ന് നമുക്ക് നോക്കാം. ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അപ്രോക്സിമേറ്റ്ലി 5000 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് വോളിയം ചെയ്യുകയാണെങ്കിൽ അതിന്റെ MRP റേറ്റ് അപ്രോക്സിമേറ്റ്ലി ആവറേജ് 7000 രൂപ ആയിരിക്കും. അതിന്റെ അർത്ഥം അതിന് റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ 2000 രൂപ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം കിട്ടും. 10000 രൂപയുടെ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ MRP അല്ലെങ്കിൽ ആവറേജ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് 14000 രൂപയായിരിക്കും. അപ്പൊ 4000 രൂപ നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് മാറാൻ സാധ്യത ഉണ്ട്. ഒരു 15000 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് MRP എന്ന് പറയുന്നത് 21000 ആവാം. അങ്ങനെ നിങ്ങൾക്ക് 6000 രൂപ പ്രോഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കും. ഇത് എത്രത്തോളം ഗുണങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് അത്രത്തോളം നിങ്ങളുടെ ഇൻകം കൂട്ടാൻ പറ്റും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്സ്. ഇത് ഡെയിലി ഇൻകം മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടത്. രണ്ടാമത്തെ ഇവിടെ ആഴ്ച വരുമാനവും മാസ വരുമാനവും ഉണ്ട്. അത് സെയിൽസ് ഗ്രോത്ത് കമ്മീഷൻ, മന്ത്ലി സെയിൽസ് പെർഫോമൻസ് കമ്മീഷൻ, സ്റ്റാർ സെയിൽസ് ലീഡർഷിപ്പ് കമ്മീഷൻ, അംബാസഡർ ക്ലബ് ലീഡർഷിപ്പ് കമ്മീഷൻ, പ്രീമിയം സ്റ്റാർ സെയിൽസ് പെർഫോമൻസ് കമ്മീഷൻ, തേർഡ് ആൻഡ് എബോവ് ഡയറക്ട് ലെഗ് സെയിൽസ് ഇൻസെന്റീവ് ആൻഡ് പ്രിഫേർഡ് കസ്റ്റമർ സെയിൽസ് കമ്മീഷൻ എന്ന 7 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻകത്തിൽ നമുക്ക് തരുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ഈ ബിസിനസ് ആശയം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 3 കാറ്റഗറിയിലാണ് ഇതിന്റെ എൻട്രി പാക്കറ്റ് എന്ന് പറയുന്നത്. 27 SP, 52 SP, അതേപോലെ 100 SP. എന്താണ് ഈ SP എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ കാണിച്ച ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഓരോ സെല്ലിംഗ് പോയിന്റിലാണ് നമ്മുടെ കയ്യിലെത്തുന്നത്, അല്ലെങ്കിൽ സെയിൽസ് പോയിന്റിലാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. ചിലതിന് 1 SP ആവാം, ചിലതിന് 2 SP ആവാം, ചിലതിന് 5 ആവാം, 10 ആവാം, 15 ആവാം, 20 ആവാം, 25 ആവാം. അങ്ങനെ 27 SP വരെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഒന്നെങ്കിൽ 27 SP-യുടെ പ്രോഡക്ട്സുകൾ എടുത്ത് നമുക്ക് ബിസിനസ് ആശയം സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ 52 SP-യുടെ പ്രോഡക്ട്സ് എടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ 100 SP-യുടെ പ്രോഡക്ട്സ് എടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് ആശയം തുടങ്ങാം. സോ നമ്മൾ അങ്ങനെ ബിസിനസ് ആശയം തുടങ്ങി അങ്ങനെ നമുക്ക് 2 ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെയിൽസ് അച്ചീവ്മെന്റ് ഓർഗനൈസേഷൻ എന്നും സെയിൽസ് ഗ്രോത്ത് ഓർഗനൈസേഷൻ എന്നും രണ്ട് ഓർഗനൈസേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ സെയിൽസ് അച്ചീവ്മെന്റ് ഓർഗനൈസേഷനിൽ ഒരു 50 SP-യുടെ കച്ചവടം നടന്നു. സെയിൽസ് ഗ്രോത്ത് ഓർഗനൈസേഷനിൽ നമ്മുടെ ടീമുമായിട്ട് ചേർന്ന് ഒരു 50 SP-യുടെ കച്ചവടം നടത്തിയെന്നുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും നിങ്ങളുടെ ഈ DS കോഡ് ചെക്ക് ചെയ്ത് നോക്കും. അതായത് ഡയറക്ട് സെല്ലേഴ്സ് കോഡ് ചെക്ക് ചെയ്ത് നോക്കും. എത്ര ടേൺ ഓവർ നടക്കുന്നുണ്ടോ അത് ഇൻറ്റു 10 നിങ്ങൾക്ക് 24 മണിക്കൂറിന്റെ അകത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് ചേരും. 500 രൂപ ആ ആഴ്ച 24 മണിക്കൂറിന്റെ അകത്ത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നെത്തും. രണ്ടാമത്തെ ആഴ്ച ഇവിടെ ഒരു 100 SP-യുടെ കച്ചവടം നടക്കുകയാണ്. ഇവിടെ SGO 100 SP-യുടെ കച്ചവടം നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ആഴ്ചത്തെ വരുമാനം എന്ന് പറയുന്നത് 1000 രൂപ നിങ്ങളുടെ ആ ആഴ്ച വരുമാനമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്ന് ചേരും. ഇവിടെ SA ഒരു 300 SP വരെയാണ്. SGO 200 SP വരെയാണെങ്കിൽ 200 ഏതാണ് കുറഞ്ഞത് അതേ മാച്ച് ആവത്തുള്ളൂ. സോ 200 ആണ് ഇവിടെ കുറഞ്ഞത്. സോ 200 × 10 എന്ന് പറയുമ്പോൾ 2000 രൂപ ആ ആഴ്ച വരുമാനമായിട്ട് 24 മണിക്കൂറിന്റെ അകത്ത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്ന് ചേരുകയാണ്. ബാക്കിയുള്ള 100 SP നിങ്ങളുടെ അധ്വാനം ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല. ഓട്ടോമാറ്റിക്കായി നെക്സ്റ്റ് വീക്ക് ക്യാരി ഫോർവേഡ് ആവുകയാണ്. അടുത്ത ആഴ്ച ഇവിടെ ഒരു 400 SP ഇവിടെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ 400 നേരത്തെ ക്യാരി ഫോർവേഡ് ആയതും ചേർത്ത് 500 SP SA നടന്നു. SGO 500 SP നടക്കുകയാണെങ്കിൽ 500 × 10 എന്ന് പറയുമ്പോൾ 5000 രൂപ ആ ആഴ്ച വരുമാനം 24 മണിക്കൂറിന്റെ അകത്ത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ജനറേറ്റ് ചെയ്യും. ഇവിടെ ഒരു 1000 SP SA നടക്കുകയാണ്, 1000 SP SGO നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ആഴ്ചത്തെ വരുമാനം എന്ന് പറയുന്നത് 10000 രൂപ ആ ആഴ്ച വരുമാനമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നെത്തും. SA SGO അങ്ങനെ കച്ചവടം നടക്കുമ്പോൾ ഇവിടെ SA ഒരു 10000 SP എപ്പോഴാണോ മാച്ച് ആവുന്നത്, സെയിൽസ് ഗ്രോത്ത് ഓർഗനൈസേഷനിൽ 10000 SP എപ്പോഴാണോ മാച്ച് ആവുന്നത് ആ ആഴ്ച നിങ്ങളുടെ ആ ആഴ്ച വരുമാനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ആ ആഴ്ച വരുമാനമായിട്ട് നിങ്ങൾക്ക് ഒരു ആഴ്ച വാങ്ങാൻ സാധിക്കും. ഇവിടെ 20000 SP എപ്പോഴാണോ ജനറേറ്റ് ചെയ്യുന്നത്, SGO 20000 SP എപ്പോഴാണോ ജനറേറ്റ് ചെയ്യുന്നത് ആ ആഴ്ച കമ്പനിയുടെ മാക്സിമം സീലിംഗ് ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം ക്യാപ്പിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ആ ആഴ്ച വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതോടെ നിൽക്കുന്നില്ല. ക്യാപ്പിംഗിന് ശേഷവും വരുമാനം വാങ്ങാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ക്യാപ്പിംഗിന് ശേഷം കിട്ടുന്ന ഓരോ SP-ക്കും ടോട്ടലി വാഷ് ഔട്ട് അല്ല, ഒരു SP വെച്ച് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ട് അങ്ങനെ 8 ലക്ഷം രൂപ വരയ്ക്കും ഒരാഴ്ച വാങ്ങിച്ചെടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കമ്പനിയുടെ
ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയിൽ നിന്ന് ഈ 8 ലക്ഷം രൂപ ഓരോ ആഴ്ചയും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ലീഡേഴ്സ് ഇന്ത്യക്കകത്ത് ഉണ്ട് എന്ന് നമുക്ക് എടുത്തു പറയുന്നുണ്ട്. ഇവിടെ അതിനുശേഷം മന്ത്ലി റാങ്ക് ഇൻകം ഉണ്ട്. ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോഴും ഈ ഓരോ പ്രോഡക്ട്സും നിങ്ങൾ സെയിൽസ് ചെയ്തത് കൊണ്ട് തന്നെ, ഈ പ്രോഡക്ട്സ് നിങ്ങളുടെ ജനങ്ങളുടെ അടുത്ത് കൊണ്ട് എത്തിച്ചത് കൊണ്ട് തന്നെ, ഒരു ടീമായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റാങ്ക് അവൈലബിൾ ആണ്. സോ ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നത് ബ്രോൺസ് എന്ന റാങ്ക് അച്ചീവ് ചെയ്യുന്നു. അത് നിങ്ങളുടെ SAOയിൽ 200 SPയും SGOയിൽ 100 SPയും വരുമ്പോഴാണ് നിങ്ങൾ ബ്രോൺസ് എന്ന റാങ്ക് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ മാച്ചിങ് ഇൻകം 100 മാച്ചായി 1000 രൂപ നിങ്ങളുടെ മാച്ചിങ് ഇൻകം ആയിട്ട് ആഴ്ച വരുമാനമായിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് പുറമെ 1500 രൂപ നിങ്ങളുടെ റാങ്ക് ഇൻകം ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അങ്ങനെ ടോട്ടൽ ഇൻകം 2500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അതേപോലെ തന്നെ സിൽവർ എന്ന് പറഞ്ഞ റാങ്ക് എത്തുമ്പോൾ 600ഉം 100ഉം നിങ്ങൾക്ക് മാച്ചിങ് ആവുമ്പോഴാണ് നിങ്ങൾ 3000 രൂപ മാച്ച്ഡ് ഇൻകം ആഴ്ച വരുമാനമായിട്ട് കിട്ടും. അതിന്റെ കൂടെ റാങ്ക് ഇൻകം 4500 രൂപ നിങ്ങളുടെ റാങ്ക് ഇൻകം മാത്രമായിട്ട് കിട്ടും. ഗോൾഡ് എന്ന റാങ്ക് എത്തുമ്പോൾ നിങ്ങളുടെ ആഴ്ച വരുമാനം മാത്രം 6000 രൂപ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. റാങ്ക് ഇൻകം 9000 രൂപ നിങ്ങളുടെ റാങ്ക് ഇൻകം കൂടെ കിട്ടും. ടോട്ടൽ 25,000 പ്ലസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റിനം എന്ന റാങ്ക് എത്തുമ്പോൾ നിങ്ങളുടെ മാച്ച്ഡ് ഇൻകം മാത്രം ആഴ്ച വരുമാനം മാത്രം 12000 നിങ്ങൾക്ക് ആഴ്ച വരുമാനം മാത്രം കിട്ടും. അതിന്റെ കൂടെ റാങ്ക് ഇൻകം 20000 രൂപ റാങ്ക് ഇൻകം ആയിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടും. അതിന്റെ കൂടെ എമറാൾഡ് എന്ന റാങ്ക് എത്തുമ്പോൾ നിങ്ങളുടെ ആഴ്ച വരുമാനം 24000ഉം റാങ്ക് ഇൻകം 45000 രൂപ കൂടെ ഞങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയും നിങ്ങൾക്ക് ഇവിടെ എമറാൾഡ് എന്ന 5ാമത്തെ റാങ്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം ടോപ്പാസ് എന്ന റാങ്കാണ്. നമ്മുടെ SAOയിൽ 12000 SPയും SGOയിൽ 6000 SPയും എത്തുമ്പോഴാണ് നമ്മുടെ ടോപ്പാസ് എന്ന റാങ്ക് എത്തുന്നത്. അതിന്റെ ആഴ്ച വരുമാനം മാത്രം 60000 രൂപ ആഴ്ച വരുമാനം മാത്രം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ റാങ്ക് ഇൻകം ആ സമയത്ത് 1 ഷോട്ട് ഇൻകം ആയിട്ട് 1.5 ലക്ഷം രൂപ നിങ്ങളെ തേടി എത്തിയിരിക്കും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തോളൂ. ഈ മാസം നിങ്ങളുടെ റാങ്ക് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത 1-ാം തീയതി ഈ റാങ്ക് ഇൻകം നിങ്ങളെ തേടി എത്തുകയാണ്. ചെറിയ എമൗണ്ട് അല്ല, 1.5 ലക്ഷം രൂപ ടോട്ടലി വന്ന് നിങ്ങളുടെ കൈകളിൽ വരികയാണ്, 1 ടൈം ഇൻകം ആയിട്ട്. അതിന്റെ കൂടെ ടോട്ടൽ ഏണിങ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3,36,000 രൂപ നിങ്ങളുടെ ഏണിങ്സ് നിങ്ങളുടെ കൈകളിൽ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടാവും. അതോട് നിൽക്കുന്നില്ല, നിങ്ങൾക്ക് തായ്ലാൻഡ് ട്രിപ്പ് ഫ്രീ ഓഫ് കോസ്റ്റ് 3 nights and 4 days പോയിട്ട് വരാനുള്ള സാധ്യതയും കമ്പനി ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ തന്നെ റൂബി സ്റ്റാർ എന്ന റാങ്ക് എത്തുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഇൻകം മാത്രം 2,30,000 രൂപ റാങ്ക് ഇൻകം മാത്രം വന്നു ചേരും. ഇത് 1,20,000 രൂപ നിങ്ങളുടെ ആഴ്ച വരുമാനത്തിന് പുറമെ ടോട്ടൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മിനിമം നിങ്ങളുടെ കൈകളിലോട്ട് 6,86,000 രൂപ വന്നെത്തിയിട്ടുണ്ടാവും. സഫർ എന്ന റാങ്ക് എത്തുകയാണ്. നിങ്ങളുടെ റാങ്ക് ഇൻകം എന്ന് പറയുന്നത് 3,60,000 രൂപ, ടോട്ടൽ ഇൻകം 12,86,000 രൂപ നിങ്ങൾക്ക് കയ്യിൽ വന്ന് ചേരുന്നുണ്ട്. അതിന്റെ കൂടെ ദുബായ് ട്രിപ്പ് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ കപ്പിൾസ് ആയിട്ട് 2 ചിൽഡ്രൻസിനോടൊപ്പം 3 nights and 4 days ദുബായിൽ അടിപൊളി ഒരു ഉല്ലാസ യാത്ര പോയിട്ട് വരാനുള്ള സാധ്യത കമ്പനി തുറന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റാർ സഫർ എന്ന റാങ്ക് എത്തുമ്പോൾ നിങ്ങളുടെ ആഴ്ച വരുമാനം മാത്രം 4,80,000 രൂപ കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ റാങ്ക് ഇൻകം 8,20,000 രൂപ, റാങ്ക് ഇൻകം 1 ടൈം ബോണസ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്ന് ചേരുകയാണ്. ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുമ്പോൾ 25,86,000 രൂപ നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സ് നിങ്ങളുടെ കൈകളിലോട്ട് വരികയാണ്. അതിന്റെ കൂടെ മലേഷ്യ ട്രിപ്പ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പോയിട്ട് വരാനുള്ള സാധ്യതയും കമ്പനി ഒരുക്കി തരികയാണ്. ഡയമണ്ട് ഷിപ്പ് എന്ന് പറഞ്ഞ റാങ്ക് 10ാമത്തെ റാങ്ക് എത്തുമ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള ഒരു മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഡയമണ്ട് ഷിപ്പിൽ എത്തുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഇൻകം മാത്രം 12,40,000 രൂപ റാങ്ക് ഇൻകം മാത്രം നിങ്ങളുടെ കൈകളിലോട്ട് വരുന്നുണ്ട്. അതിന്റെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ 47,86,000 രൂപ നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സ് വരും. നമ്മൾക്ക് ഏതൊരു സ്ഥലത്തും അവകാശപ്പെടാത്തുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, മാൽദീവ്സ് ട്രിപ്പ് നമുക്ക് കപ്പിളായിട്ട് പോയിട്ട് വരാം, കപ്പിൾസുമായിട്ട് ഫ്രീ ആയിട്ട് കറങ്ങിയിട്ട് വരാം. അതിന്റെ കൂടെ വിമൺ എന്റർപ്രണേഴ്സ്, ലേഡി സംരംഭക ഉണ്ടെങ്കിൽ അവർക്ക് 5 ലക്ഷം രൂപ ഈ ഒരു റാങ്കിൽ അഡീഷണൽ ആയിട്ട് കിട്ടും. 12,40,000 രൂപ ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 17,40,000 രൂപ ഒരു വിമൺ എന്റർപ്രണർ എന്ന രീതിയിൽ അവർക്ക് കമ്പനിയുടെ സൈഡിൽ നിന്ന് കിട്ടുകയാണ് 5 ലക്ഷം രൂപ എക്സ്ട്രാ. അതേപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും 5 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് കൂടെയാണ് നിൽക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഹെൽപ്പിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു മാനേജ്മെന്റ് കൂടെ നിൽക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലൂ ഡയമണ്ട് എന്ന റാങ്ക് എത്തുമ്പോൾ റാങ്ക് ഇൻകം മാത്രം 22 ലക്ഷം രൂപ നിങ്ങളുടെ റാങ്ക് ഇൻകം മാത്രം കിട്ടിയിരിക്കും. അതിന്റെ കൂടെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 89,06,000 രൂപ നിങ്ങളുടെ റാങ്ക് ടോട്ടൽ ഏണിങ്സ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ പല വ്യക്തികളും സ്വപ്നത്തിൽ ആലോചിക്കാറുള്ളത് അല്ലെങ്കിൽ പലപ്പോഴും ആലോചിക്കാറുള്ള ആ ഒരു സ്വിറ്റ്സർലാൻഡിൽ അടിപൊളിയായിട്ടുള്ള 5 nights and 6 days കപ്പിൾസ് ആൻഡ് 2 children പോയി യാത്ര ചെയ്തിട്ട് വരാനുള്ള സാധ്യത കമ്പനി തീർക്കുന്നുണ്ട്. അതേപോലെ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ റാങ്ക് എത്തുകയാണ്.
എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ റാങ്ക് ഇൻകം മാത്രം 35 ലക്ഷം രൂപ നിങ്ങളുടെ റാങ്ക് ഇൻകം മാത്രം കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ മാച്ച് ഇൻകം 38,40,000 രൂപ നിങ്ങളുടെ മാച്ച് ഇൻകം കിട്ടുന്നുണ്ട്. ടോട്ടൽ ഏണിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1,60,40,46,000 രൂപ നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സ് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ സെന്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യയിൽ പോയിട്ട് വരാനുള്ള സാധ്യതയും കമ്പനി ഓഫർ ചെയ്തു തരാൻ. റോയൽ ഡയമണ്ട് എന്ന റാങ്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ റാങ്ക് ഇൻകം മാത്രം 59 ലക്ഷം രൂപ വരുന്നുണ്ട്. ടോട്ടൽ ഏണിങ്സ് 2,98,26,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്നുണ്ട്. സിംഗപ്പൂർ, മലേഷ്യയിൽ കപ്പിൾസ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയും കമ്പനി തരുന്നുണ്ട്. 14ാമത്തെ റാങ്ക് ക്രൗൺ ഡയമണ്ട് എന്ന റാങ്ക് എത്തുമ്പോൾ 93 ലക്ഷം രൂപയാണ് നിങ്ങളുടെ റാങ്ക് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ ആഴ്ച വരുമാനം മാത്രം 1,53,60,000 രൂപ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സ് 5,44,86,000 നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ മോസ്കോയിൽ കപ്പിൾസ് ആൻഡ് 2 ചിൽഡ്രൻസ് പോയിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. അംബാസഡർ എന്ന റാങ്ക് എത്തുമ്പോൾ 15ാമത്തെ റാങ്ക് അംബാസഡർ എന്ന റാങ്ക് എത്തുമ്പോൾ നിങ്ങളുടെ ആഴ്ച വരുമാനം മാത്രം 3,06,60,60,000 രൂപ നിങ്ങളുടെ ആഴ്ച വരുമാനം മാത്രം കിട്ടിയിരിക്കും. അതിന്റെ കൂടെ റാങ്ക് ഇൻകം എന്ന് പറയുന്നത് 1.5 കോടി രൂപ. ജസ്റ്റ് ഇമാജിൻ, 1.5 കോടി രൂപ വൺ ഷോട്ട് ഇൻകം ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരികയാണ്. ഏത് മാസം നിങ്ങൾ അംബാസഡർ എന്ന റാങ്ക് മാറുന്നുണ്ടോ അതിന്റെ അടുത്ത 1-ാം തീയതി 1.5 കോടി രൂപ വൺ ഷോട്ട് ഇൻകം ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരികയാണ്. ടോട്ടൽ ഏണിങ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10,01,51,000 രൂപ ടോട്ടൽ ഏണിങ്സ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടും. അതിന്റെ കൂടെ ഓസ്ട്രേലിയ ട്രിപ്പ് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് പോയിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. റോയൽ ഡയമണ്ട് എന്ന റാങ്ക് എത്തുമ്പോൾ നിങ്ങളുടെ മാച്ച് ഇൻകം ആഴ്ച വരുമാനം മാത്രം 6,14,40,000 രൂപ കിട്ടും. അതിന് കൂടെ റാങ്ക് ഇൻകം എന്ന് പറയുന്നത് 2,85,00,000 രൂപ നിങ്ങളുടെ റാങ്ക് ഇൻകം മാത്രം കിട്ടും. നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സ് 19,91,00,000 രൂപ കിട്ടും. അതേപോലെ തന്നെ ക്രൗൺ അംബാസഡർ എന്ന് പറഞ്ഞ റാങ്ക് എത്തുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഇൻകം മാത്രം 5.5 കോടി രൂപയാണ് കിട്ടുന്നത്. ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 36,79,71,000 രൂപ നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സ് കിട്ടുന്നുണ്ട്. ഇന്ന് വളരെ സന്തോഷത്തോടെ പറയാം, ഈ 17ാമത്തെ റാങ്കിൽ ഓൾറെഡി 3 വ്യക്തികൾ എത്തിക്കഴിഞ്ഞു. അവരുടെ ലാസ്റ്റ് ഇൻകം റാങ്ക് ഇൻകം മാത്രം 5.5 കോടി രൂപ, വൺ ഷോട്ട് ഇൻകം 5.5 കോടി രൂപ. ജസ്റ്റ് ഇമാജിൻ. അതേപോലെ ഈ 18ാമത്തെ റാങ്ക് 12 കോടി രൂപയാണ് അവരുടെ റാങ്ക് ഇൻകം ആയിട്ട് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ടോട്ടൽ ഏണിങ്സ് 73,37,31,000 രൂപ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ ഓസ്ട്രേലിയയിൽ ഫ്രീ ഓഫ് കോസ്റ്റ് പോയിട്ട് വരാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് സാധ്യത നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനിയുടെ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ വന്നത്. ദാറ്റ് ഈസ് അസ്ക്ലേപിയസ് വെൽനസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും ഒരു ബിസിനസ് ചെയ്യുന്ന അതിശക്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് അസ്ക്ലേപിയസ് വെൽനസ് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 10 വർഷത്തെ ജൈത്രയാത്ര തുടങ്ങി വളരെ ശക്തമായിട്ട് 11ാമത്തെ വർഷം കാലടി എടുത്ത് വെക്കുമ്പോൾ ഇന്ന് സൗത്ത് ഇന്ത്യയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഒരു ഇമ്പാക്ട് സൗത്ത് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് കൊണ്ട് തന്നെ അസ്ക്ലേപിയസ് എന്ന ഈ ഒരു കമ്പനി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ മെയിൻ ഓഫീസ്, ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ദ്വാരകയിലാണ്, ഡൽഹിയിലാണ്. അതേപോലെ തന്നെ കമ്പനിയുടെ വളരെ റിക്കഗ്നേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്ന രീതിയിൽ ചാമ്പ്യൻ ഓഫ് ചേഞ്ച് അവാർഡ് റിസീവ്ഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ പ്രണാബ് മുഖർജി, നമ്മുടെ പഴയ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന്. അതേപോലെ തന്നെ ഒട്ടനവധി അച്ചീവ്മെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഐക്കോണിക് ബിസിനസ് അവാർഡ്, മില്ലേനിയം ബ്രില്യൻസ് അവാർഡ്, ഭാരത് ശൗര്യശ്രീ അവാർഡ്, ഇന്റർനാഷണൽ എക്സലൻസി അവാർഡ്, സങ്കൽപ് കെ സിദ്ധി അവാർഡ്, ഏഷ്യാസ് വൺ ഇന്ത്യസ് ഗ്രാൻഡസ്റ്റ് ബ്രാൻഡ് അംബാസഡേഴ്സ് ആൻഡ് ലീഡേഴ്സ് എന്ന അവാർഡ്. അതേപോലെ തന്നെ കമ്പനിയുടെ MD-യുടെ ഇന്റർവ്യൂ ഒരു ഫോബ്സ് മാഗസിനിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ റെവല്യൂഷൻ ആണ് ഫോബ്സ് മാഗസിൻ നമുക്ക് ബിസിനസ് മാഗസിൻസ് തരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് കമ്പനിയുടെ MD-യുടെ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ളത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഗസ്റ്റ് 2019. ഓക്കെ. അതേപോലെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം സ്പെഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി തന്നെയാണ് അല്ലെ. സപ്പോസ് നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഫാമിലിയുടെയും കൂടെ സ്വപ്നമാണ്, അതൊന്നും ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ബിസിനസ് കടന്നു വന്ന് നമ്മൾ ഒരു നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇല്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു നോമിനി ഫെസിലിറ്റി ആക്ട് ആവുന്നുണ്ട്, നോമിനി ഫെസിലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴി 100% നിങ്ങൾക്ക് കിട്ടുന്ന ഈ നേരത്തെ പറഞ്ഞ എല്ലാ വരുമാനങ്ങളും നിങ്ങളുടെ നോമിനിക്ക് കൈമാറപ്പെടുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നോമിനി ഫെസിലിറ്റി നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ വെൽഫെയർ ഫണ്ട്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ വെൽഫെയർ ഫണ്ട് എന്ന രീതിയിൽ ഈ പറഞ്ഞ റാങ്കുകൾക്ക്, എമറാൾഡ് എന്ന റാങ്കിൽ 1 ലക്ഷവും, ടോപ്പാസ് എന്ന റാങ്കിൽ
2 ലക്ഷവും, റൂബി സ്റ്റാറിന് 3 ലക്ഷവും, സഫയർ എന്ന റാങ്കിൽ 4 ലക്ഷവും, സ്റ്റാർ സഫയർ എന്ന റാങ്കിൽ 8.20 ലക്ഷവും, ഡയമണ്ട് എന്ന റാങ്കിൽ എത്തുമ്പോൾ 12.40 ലക്ഷവും, ബ്ലൂ ഡയമണ്ട് എന്ന റാങ്കിൽ 22 ലക്ഷവും നമുക്ക് വെൽഫെയർ ഫണ്ട് എന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തിന് കിട്ടിയിരിക്കും. അതേപോലെ തന്നെ 12ാം ക്ലാസ്സിന് താഴെ പഠിക്കുന്ന കുട്ടികളാണ് ഉള്ളതെങ്കിൽ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ അപ് ടു 12th സ്റ്റാൻഡേർഡോടെയുള്ള എഡ്യൂക്കേഷൻ, 2 കുട്ടികളുടെ എഡ്യൂക്കേഷൻ AWPL ഫൗണ്ടേഷൻ, അസ്ലിപിയസ് വെൽനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ ഈ ഫൗണ്ടേഷൻ നോക്കിക്കൊള്ളും എന്നുള്ളതാണ് മറ്റൊരു മികവുള്ള കാര്യമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ സ്വപ്നങ്ങൾ ഏത് തന്നെ ആവട്ടെ, നല്ലൊരു വീട് വെക്കണം, അത് സ്വപ്നങ്ങൾ മാത്രമായിട്ട് നിൽക്കേണ്ടതല്ല, അത് തീർച്ചയായും അത് പ്രായോഗികമായിട്ട് കൊണ്ടുവരേണ്ടതാണ്. ഇത് അനാവശ്യവുമല്ല, ഇത് അത്യാവശ്യമാണ്. ഇന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സാധനമാണ് നല്ലൊരു ഭവനം, നല്ലൊരു കാറ്, നമ്മുടെ കുട്ടികളെല്ലാം സേഫ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു കാറ്, നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സിന്റെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ 100% ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അത് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണ്. അതേപോലെ ഒരു എന്റർടൈൻമെന്റ്, ഒന്ന് വെളിയിൽ പോയി കറങ്ങിയിട്ട് വരാനൊക്കെ ഉള്ള സാധ്യത. ഇതിൽ ഏത് തന്നെ ആവട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഈ സ്വപ്നങ്ങളെ എല്ലാം സാക്ഷാത്കരിക്കാൻ അസ്ലിപിയസ് വെൽനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ മഹത്തായ കമ്പനി നമ്മളോടൊപ്പമുണ്ട്. അതിന്റെ കൂടെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കാൻ 100% UPCC എന്ന ഈ മഹത്തായ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇതിനെ ശക്തമായി ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും എന്നതിൽ ഏത് നിഷ്പക്ഷം നമുക്ക് പറയാം. കൂടെ നിൽക്കൂ, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇതിനെ നിങ്ങൾക്ക് ആരാണോ ഈ ബിസിനസ് ആശയം പരിചയപ്പെടുത്തത് അവരോട് ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും തയ്യാറാവൂ. 100% നിങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെക്ഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.